സ്വയം ചാട്ടവാറിനടിച്ച് തമിഴ്നാട്ടിൽ DMK സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിന് തുടക്കമിട്ട് സംസ്ഥാന BJP അധ്യക്ഷൻ കെ അണ്ണാമലൈ 48 ദിവസത്തെ വ്രതം അണ്ണാമലൈ തുടങ്ങി. DMK സർക്കാരിനെ താഴെ ഇറക്കും വരെ ചെരുപ്പ് ഉപയോഗിക്കില്ലെന്നും കെ അണ്ണാമലൈ പ്രഖ്യാപിച്ചിരുന്നു. Only a process of surrendering to the higher power, surrendering to the God, and removing to the chapel. I have taken this decision with a lot of consideration because I believe after all the hard work the party and the cadres are putting, it is also important you surrender yourself to a larger power and then leave the larger power to take care of things that is happening. So I request all the cadres and all the leaders to work more harder in the state, because coming 2026 our goal should be to remove DMK from power and to regain Tamil Nadu's lost glory. മുഹമ്മദ് റഹീസ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. റഹീസ്, ഇത് BJPയുടെ ഒരു 18ാമത്തെ തടവാണോ ഈ ഇപ്പോൾ പയറ്റുന്നത്? ഗോപികൃഷ്ണൻ, തീർച്ചയായിട്ടും BJPയുടെയും ഒപ്പം തന്നെ അണ്ണാമലയുടെയും 18ാമത്തെ അടവാണ്. കാരണം 4 MLA-മാരുള്ള ഒരു സംസ്ഥാനത്തിലാണ് സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് താൻ ഇനി DMK-യെ അധികാരത്തിൽ നിന്ന് പുറത്തിറക്കുന്നത് വരെ ചെരുപ്പിടില്ല എന്നുള്ളത്. ഏറ്റവും പ്രധാനമായും ഇത് തൻ്റെ പാർട്ടിക്കുള്ളിലുള്ള തൻ്റെ ഒരു പ്രാധാന്യം അത് ഉറപ്പിക്കുക, ഒപ്പം തന്നെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റുക, കൂടുതലായി ജനങ്ങളുടെ ഇടയിലേക്ക് തന്നെ ഇലക്ഷനിൽ താനൊരു പ്രധാനപ്പെട്ട മുഖമാണ് എന്നുള്ള കാര്യം ഊട്ടി ഉറപ്പിക്കുക. അതിനോടൊപ്പം ഈ പറയുന്ന തരത്തിൽ DMK-ക്കെതിരെ താൻ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാക്കുക എന്നുള്ളൊക്കെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അണ്ണാമല ഇത്തരത്തിലുള്ളൊരു വ്യത്യസ്തമായുള്ള പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് കോയമ്പത്തൂരിലെ വീട്ടിൽ അദ്ദേഹം ഇത്തരത്തിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങുകയും ചാട്ടവാറ് കൊണ്ട് സ്വയം 6 തവണ തൻ്റെ ശരീരത്തെ അടിക്കുകയും ചെയ്തു. ശേഷം ഇത്തരത്തിൽ 48 ദിവസത്തെ വ്രതമെടുക്കുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം വരുന്നു. അതിനിന്ന് തുടക്കമാകുന്നു. തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ സന്ദർശിക്കുമെന്ന് പറയുന്നു. BJP പ്രവർത്തകരൊക്കെയും തന്റെ ആഹ്വാനം ഏറ്റെടുത്ത് ഇന്ന് വീടിന് മുന്നിൽ പ്രതിഷേധിക്കണമെന്ന് അറിയിക്കുന്നു. ഏതായാലും അണ്ണാമലയുടെ ഈ വേറിട്ട പ്രതിഷേധം ഏതെങ്കിലും തരത്തിൽ അണ്ണാമലയ്ക്ക് വ്യക്തിപരമായോ BJPക്ക് തമിഴ്നാട്ടിൽ എന്തെങ്കിലും ഗുണം ചെയ്യുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മുഹമ്മദ് റഹീസ് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്.